സാറേ നമസ്തേ, വെൽക്കം ബാക്ക്. നമസ്തേ. നമ്മളുടെ ഈ മോസ്റ്റ് മോഡേൺ ഗുരുക്കന്മാർ അവരെല്ലാം പറയാത്ത കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞ് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ വേദിക് ടൈംസിലുള്ള പല കാര്യങ്ങൾ, അതിപ്പം പഞ്ചദേവ കാലമായാലും സൂക്ത കാലമായാലും ഗായത്രി കാലമായാലും നമുക്കത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ എപ്പിസോഡിലൊന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരിക്കും. നമുക്ക് ശ്രമിക്കാം. അനാദിയാണ് സനാതനധർമ്മത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അനാദി എന്ന് പറയുമ്പോഴത്തേക്ക് ആദിയില്ലാത്തത്, എന്ന് വന്നു എന്ന് തുടങ്ങി പല കാലഘട്ടങ്ങളാണ് പറയുന്നത്. ഏതാണ്ട് 7000 മുതൽ 5000 വരെയുള്ള ടോട്ടൽ കാലഘട്ടം. അതായത് BC 5000 മുതൽ BC 3000 വരെയുള്ള കാലഘട്ടമാണ് ഇന്ന് സാധാരണമായി വേദകാലം എന്നും അതിനുശേഷം ഇതൊന്നും പ്രത്യേകിച്ച് നമുക്ക് തിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ സൗകര്യാർത്ഥം അതിനെയൊക്കെ നമുക്ക് കുറെയൊക്കെ തിരിക്കാൻ പറ്റും. ആ ഭാഷയുടെയും സംസ്കൃത ഭാഷയുടെ പ്രത്യേകതകളും അതിന്റെ ലാളിത്യവും ഒക്കെ വരുന്നത് ഒരു ഏടിയോട് കൂടിയൊക്കെയാണ്. അപ്പൊ അതിനു മുമ്പുള്ള പുസ്തകങ്ങളെ തന്നെ പറഞ്ഞുകൂടെ, ഗ്രന്ഥങ്ങളെയൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് കാലങ്ങളൊക്കെ ഉദ്ദേശിക്കാൻ പറ്റും. എന്തായാലും ഋഗ്വേദത്തിനൊരു 5000-നും 7000-നും വർഷം പഴക്കമുണ്ടെന്നാണ് പാശ്ചാത്യര് പോലും സമ്മതിച്ചിരിക്കുന്നത്. അപ്പോ വേദകാലത്തെ പറ്റി സംസാരിക്കാനല്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ദൈവം അല്ലെങ്കിൽ ഗോഡ്. അപ്പൊ അതിനെ എത്ര കണ്ട് നമ്മൾ വില കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തില് എത്ര കണ്ട് വില കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു എത്തിനോട്ടം മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ എത്തിനോട്ടം എന്ന് പറയുമ്പോ, ഈ ദൈവം സെമിറ്റിക് മതത്തിന്റെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോ മനുഷ്യന്റെ കൂട്ടിരിക്കുകയാണ് ദൈവം. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോ മനുഷ്യന്റെ കൂട്ടിരിക്കുകയാണ് ദൈവം. പിന്നെ അവിടെ കൂടുതൽ ചിന്തയുടെ ആവശ്യമില്ല, അവിടെ തീർന്നു, എല്ലാം തീർന്നു. അപ്പോ പിന്നെ ഉള്ളത് നമ്മുടെ സനാതന ധർമ്മമാണ്. ഹിന്ദുമതം എന്നതിന് പറയാൻ ബുദ്ധിമുട്ടാണ്. സനാതന ധർമ്മം, വേദകാലവും ഉപനിഷത് കാലവും ഇങ്ങനെയുള്ള കുറെ കാലങ്ങളിലൂടെ ഒഴുകി വന്ന ഒരു വിശ്വാസ പരമ്പരയാണ് നമ്മുടെ സംസ്കാരം. അതിന് വേദകാലത്തെ പറ്റി, ആദ്യത്തെ വേദം എന്ന് പറയുമ്പോൾ ഋഗ്വേദം ആണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. ഋഗ്വേദത്തില് സാമം, മൂന്നും പ്രധാനപ്പെട്ട വളരെ പൗരാണികമായ വേദങ്ങൾ തന്നെയാണ്. അതിനെ തിരിച്ചത് തന്നെ വേദവ്യാസനാണ്. ഒറ്റ വേദമായിട്ടിരിക്കുകയായിരുന്നു. വേദവ്യാസനാണ് ഇതിനെ 3ആയിട്ട് തിരിക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അഥർവവും കൂടെ ചേർത്തിട്ട് 4 വേദങ്ങളാക്കി മാറ്റുകയും ചെയ്തത്. അപ്പൊ ഈ വേദത്തിന് എന്താണ്, ആദ്യം നമുക്ക് വേദത്തിൽ എന്താണ് ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വേദത്തില് ഒരു ഭാഗത്ത് പലരും പറയും വേദകാലത്ത് പല ദേവന്മാരുണ്ടായിരുന്നു. ശരിയാണ്, ഉണ്ടായിരുന്നു. എങ്കിലും വേദത്തിൽ പറയുന്ന ഒരു മന്ത്രമാണ് ഏകം സദ് വിപ്ര ബഹുധ വദന്തി. എല്ലാവർക്കും അറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാം. ഏകമായ ദൈവത്തെ ജ്ഞാനികൾ പലതായിട്ട് തിരിച്ചു. അതുപോലെ മഹദ്ദേവാനം അസുരത്വം ഏകം എന്നും പറയുന്നുണ്ട്. ഇവിടെ വേദത്തിലെയും അത് കഴിഞ്ഞു വന്ന കാലഘട്ടത്തെയും ഇവിടെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഈ അസുരത്വം എന്ന് പറയുന്നത് പ്രാണശക്തിയാണ്. പ്രാണശക്തി ആണ് വേദത്തിലെ അസുരത്വം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രാണശക്തി എന്ന് പറയുന്നത് അഥവാ ദേവന്മാരുടെ ഈ പ്രാണശക്തി എന്ന് പറയുന്ന ഏകമാണ്, ഒന്നാണ്. അതായത് ആദ്യം പറഞ്ഞത് തന്നെ ഏകം സദ്വിപ്ര ബഹുധാവന്തി, ഒന്ന് മാത്രമേ ഉള്ളൂ.
ഏകം സദ് വിപ്ര ബഹുധാ വദന്തി അഗ്നിം യമം മാതിരശ്നു എന്നാണ് ആ മന്ത്രം പോകുന്നത്. അഗ്നി, യമൻ തുടങ്ങിയിട്ടുള്ളതിനെ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ. ഏകം സദ് വിപ്ര, ജ്ഞാനികൾ പറയുന്നു ഒറ്റ ദൈവമാണ്. എന്നാൽ ഈ കാലത്ത് തന്നെ ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയുള്ള ദേവന്മാരുടെ കാലവും ഇതേ കാലം തന്നെയാണ്. അതിന് മുമ്പാണോ പിന്നാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ രചിച്ചിട്ടുള്ളത് ഇന്ദ്രനെ പറ്റിയാണ്. ഇന്ദ്രനെ പറ്റിയുള്ള സൂക്തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അഗ്നിയെ പറ്റിയാ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഋഗ്വേദത്തിലുള്ള സൂക്തങ്ങൾ. പിന്നെ വരുണൻ, മിത്രൻ, ഉഷസ്, സോമൻ, വായു, രുദ്രൻ, വിഷ്ണു, ബൃഹസ്പതി, യമൻ തുടങ്ങിയിട്ടുള്ള 10 ദേവന്മാർ, 11 ദേവന്മാരും പറ്റിയും കുറെ സ്തുതികൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്ദ്രനെ പറ്റിയോ അല്ലെങ്കിൽ അഗ്നിയെ പറ്റിയോ ഉള്ള അത്ര സൂക്തങ്ങൾ മറ്റു ദേവന്മാരെ പറ്റിയില്ല. പിന്നെ കുറെ കൂടുതൽ സൂത്രം കാണുന്നത് രുദ്രനെ പറ്റിയാണ്. രുദ്രൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഉപമിക്കാൻ പറ്റിയ ഇന്നത്തെ നമ്മളുടെ ശിവനോട് അതിനെ ഉപമിക്കാം. ശിവൻ പൂർണ്ണമായിട്ടും രുദ്രൻ ആണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. ഈ വേദകാല ദേവന്മാരെ ഒന്നിനോടും നമുക്ക് ഇന്നുള്ള ദേവന്മാരോട് പൂർണ്ണമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. കാരണം രുദ്രൻ എന്ന് പറയുന്ന അക്കാലത്തെ ഇതെങ്ങനെ ദേവന്മാര് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അന്നുണ്ടായിരുന്ന ജനതയുടെ ഭയം. രുദ്രൻ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് എന്നാണ് വേദ അർത്ഥം പറയുന്നത്. അപ്പോ കൊടുങ്കാറ്റിന്റെ ദേവത രുദ്രൻ. രുദ്രനെ പറ്റിയൊക്കെ ശ്രീരുദ്രമൊക്കെ കേട്ടിട്ടുണ്ടാകും. ശ്രീരുദ്രമൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പോ അത് ഇങ്ങനെ കുറെ ദേവന്മാർ, ഒരു 11 ദേവന്മാരെ നമുക്ക് ഋഗ്വേദത്തിൽ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പോഴും പറയുന്നത് ഏകം സദ്, ഇങ്ങനെ പലതായി പറയുന്നുണ്ടെങ്കിലും ഏകം സദ് വിപ്ര ബഹുധാ വദന്തി അഗ്നി യമമാതിരശ്നു എന്ന് അത് തുടർന്ന് ആ മന്ത്രം പോരുകയാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ. ഇതെല്ലാം അതിന്റെ ഓരോ അവതാരങ്ങൾ വേണമെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന അവതാരങ്ങളാണ്, അല്ലെ പാർട്ടുകളാണ് എന്നാണ് അന്നുള്ള ഋഷികൾ ചിന്തിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഋഗ്വേദത്തിന്റെ ഒരു കാലഘട്ടം, ഇത് പൂർണ്ണമായ കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിൽ തന്നെ വേറെ 2 മഹത്തായ മന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പുരുഷ സൂക്തമാണ്, മറ്റേത് ഗായത്രിയാണ്. ഇത് രണ്ടും ഋഗ്വേദകാലം തന്നെയാണ്. അതില് പുരുഷ സൂക്തത്തിലാണെങ്കിൽ പരമപുരുഷനെയാണ് ദൈവമായിട്ട് പറയുന്നത്. പരമപുരുഷൻ, അതെ, പരമപുരുഷനെയാണ് ദൈവമായിട്ട് പറയുന്നത്. ആ പരമപുരുഷൻ എന്ന് പറയുമ്പോൾ അത് ത്രികാലാദി 3 കാലത്തിനും അതീതനാണ്. സഹസ്ര ശീർഷനാണ്. 1000 കൈകൾ, തലകളുള്ളവനാണ് എന്ന് പറഞ്ഞാൽ 1000 രാവണന്റെ തല പോലെ 1000 തല ഒട്ടിച്ചു വെച്ചു പോലെ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രഭയ്ക്ക് 1000 തലകളുടെ ബുദ്ധി, ജ്ഞാനം, വിവേകം എല്ലാം ഉള്ള ഒരു ബോധമാണ് ഈ അൾട്ടിമേറ്റ് ആണ് ഈ സഹസ്രശീർഷനായ പുരുഷൻ. ഈ പുരുഷൻ ആ പുരുഷന്റെ ആ കാലത്ത് തന്നെ ഈ നമ്മളുടെ പുരുഷ സൂക്തം പറയുമ്പോൾ ആ പരമപുരുഷന്റെ 4 പാദങ്ങളുണ്ട്. അതിലെ ഒരു പാദം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ബാക്കി 3 പാദവും അമൃതത്വമുള്ള 3 ഊർധ്വപാദങ്ങളാണ്. ഊർധ്വപാദം എന്ന് വെച്ചാൽ അത് മുകളിലോട്ടിരിക്കുക, എങ്ങനെ ഇരിക്കുകയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതിനെ ത്രിവിക്രമൻ എന്ന് പറയാറുണ്ട്. ത്രിവിക്രമൻ എന്ന് പറയുമ്പോൾ മഹാബലിയുടെ കാലവുമായിട്ടാണ് നമുക്ക് ഇന്ന് ഓർമ്മ വരുന്നത്. അതല്ല, വേദകാലത്തെ ത്രിവിക്രമൻ 3 കാല് മുകളിലോട്ടും 1 കാല് താപ്പും, ആകെ 4. ഒരു കാലം എന്ന് പറയുമ്പോൾ 4 ആയിട്ട് തിരിച്ചാൽ ഒരു പാദം മാത്രം താപ്പോട്ട് വന്നിട്ട്
ബാക്കി 3 കാലും ഊർധ്വപാദങ്ങളാണ്. ഒരു പാദം മാത്രമാണ് അധോപാദമായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സൃഷ്ടാവായ പരമപുരുഷന്റെ പ്രത്യേകത. ഈ 3 പാദങ്ങളുടെ ചേർന്നിട്ട് മറ്റൊരു പുരുഷൻ ഉണ്ടാകുന്നുണ്ട്, അമൃതപുരുഷൻ അഥവാ വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷനിൽ നിന്നാണ് പിന്നീട് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇതുവരെ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. പ്രപഞ്ചത്തിന്റെ തുടക്കം വരുന്നത് ഈ വിരാട് പുരുഷനിൽ നിന്നാണ്. അതിനെ ആദിപുരുഷൻ എന്നും പറയാറുണ്ട്. ദേവന്മാര്, യജ്ഞപുരുഷൻ, യജ്ഞദ്രവ്യങ്ങള്, പഞ്ചഭൂതങ്ങള്, പശുപക്ഷ്യാദി ജീവജാലങ്ങള് തുടങ്ങി സർവ്വതും ഈ വിരാട് പുരുഷനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസം ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ഇന്ദ്രൻ, അഗ്നി, വരുൺ തുടങ്ങിയിട്ടുള്ള 10 ദേവതകളിൽ നിന്നൊരു വ്യത്യാസം പുരുഷ സൂക്തത്തില് നാരായണ ഋഷി കാണിക്കുന്നുണ്ട്. നാരായണ ഋഷി എന്ന് പറയുമ്പോൾ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അതിന് കുറെ കൂടെ നമുക്ക് അതുകൊണ്ട് കുറെ വിശ്വാസ്യത കൂടുതൽ കൊടുക്കാം. മാത്രമല്ല, എന്നെ സംബന്ധിച്ച്, ഞാൻ മറ്റൊരാളെ സംബന്ധിച്ച് പറയുകയല്ല, എന്നെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന സമയത്ത് നമുക്കത് പറയാമല്ലോ. ഞാനിത് പൂർണ്ണമായിട്ട് യോഗയിൽ കണ്ടതാണ്. ഈ ത്രിപാദൂർധ്വമായ ഒരു സഹസ്രകൃഷ്ണനായ പുരുഷൻ മറ്റൊരാകാശത്ത്, പരാകാശത്ത് നിൽക്കുന്നത്, അതിൽ നിന്ന് അതേപോലൊരു പുരുഷൻ ആ പരാകാശത്തിന് പുറത്ത് പ്രപഞ്ചാകാശത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ ഞാൻ കണ്ടതായതുകൊണ്ട് എനിക്ക് മറ്റേത് സിദ്ധാന്തത്തെക്കാളും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഇഷ്ടവും സത്യമെന്ന് വിചാരിക്കുന്ന ഞാൻ ഇതിനോട്. ഇത് എന്റെ മാത്രം കാര്യമാണ്. കാരണം പേഴ്സണലാണ്. മറ്റുള്ളവർക്ക് അത് എങ്ങനെ വേണേലും വിചാരിക്കാം. മനസ്സിലായി. ഈ പറയുന്ന മുകളിലുള്ള ഒരു പുരുഷനെ ആധാരമാക്കിയാണ് പിന്നീട് ഗായത്രി ഉണ്ടായത്. പറഞ്ഞല്ലോ, ഈ പ്രാണൻ എന്ന് പറയുന്ന അസുരമാണെന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ വേദങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഡിക്ഷണറി ഉണ്ട്. നമ്മൾക്കതിനെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ ഡിക്ഷണറി അതിന്റെ നിരുക്തം എന്നതിന് പറയുക. ഈ നിരുക്തത്തില് കൊടുത്തിട്ടുള്ള അർത്ഥം മാത്രമേ നമുക്ക് വേദത്തിൽ കൽപ്പിക്കാൻ പറ്റുള്ളൂ. നിരുക്തത്തിൽ കൊടുത്തിട്ടുള്ള അർത്ഥം അസുരത്തിന് പ്രാണൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു നെഗറ്റീവ് അയോൺസ് നമ്മൾ ഋഷി ഭാഷയിൽ പ്രകടിപ്പിച്ചതാണോ? അല്ല, ഈ പറയുന്ന അസുരം എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസ് അല്ല. നെഗറ്റീവ് അയോൺസ് ആയിട്ടില്ല. ഇനിയാണത് ഡിവൈഡ് ചെയ്തിട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആകുന്നത്. ആദ്യ നെഗറ്റീവ് ഉൾപ്പെട്ട ഇപ്പൊ നമ്മളിപ്പോ യൂണിവേഴ്സിനെ പറ്റി തന്നെ പറയുമ്പോൾ ഒരു 95% ബ്ലാക്ക് എനർജിയും 6%, 94% ബ്ലാക്ക് എനർജിയും 6% ബ്ലാക്ക് അല്ലാത്ത എനർജിയും എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ അസുരത്വം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അസുരത്വമേകം മഹത് ദേവാനാം അസുരത്വമേകം എന്ന് പറയാൻ കാരണം, ഭൂമി ഉണ്ടായപ്പോഴും ഭൂമിയുടെ നമുക്ക് ചിന്തിച്ചാലും ഏറ്റവും കൂടുതൽ വെള്ളമാണ്, കര കുറവാണ് എന്ന് പറഞ്ഞ പോലെ ഈ ആവിർഭാവ സമയത്ത് ദേവന്മാരും അസുരന്മാരും ഒക്കെ തിരിയുന്നതിന് മുമ്പ് ഈ ശക്തികളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നപ്പോൾ അതിനകത്ത് കൂടുതൽ തമോശക്തി ആയിരിക്കാം പ്രകടമായത്. അതുകൊണ്ടായിരിക്കാം അസുരത്വം എന്ന് പ്രാണനെ അന്ന് വിളിക്കാൻ കാരണം. നമുക്കങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ, അല്ലെ അതിനെപ്പറ്റി അങ്ങനെ പറയാനേ പറ്റുള്ളൂ. എന്തായാലും അസുരത്വത്തിന് ഈ നിരുക്തത്തില് ഇങ്ങനെയാണ് പ്രാണശക്തി എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇത് ഈ അസുരത്വം എന്നുള്ള വാക്ക് വേദത്തിൽ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രാണൻ എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് സാറേ, സദാശിവന്റെ പരമശിവന്റെ മുമ്പിൽ അല്ലെ രുദ്രന്റെ മുമ്പിൽ അസുരനോ ദേവനോ ഉള്ളൊരു ഡിഫറൻസ് ഇല്ല, രണ്ടും ഒന്നാണ് അല്ലേ? അദ്ദേഹത്തിന്റെ മുമ്പില് മഹാദേവൻ എന്ന് പറയുമ്പോ രണ്ടും ഈ അസുരത്വവും ദേവവും ഒന്നുമില്ല, എല്ലാം അദ്ദേഹം ഏകത്വം. ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ഏതാണ്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്.
അദ്ദേഹത്തിന് അസുരനെന്നോ ദേവനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇല്ല. എല്ലാവരും ഭജിക്കുന്നത് മഹാദേവനെ തന്നെയാണ്. അതെ. ഉം, ഉം. അപ്പോൾ അത് ആ ഒരു ഋഗ്വേദകാലം ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം അങ്ങ് തീരുകയാണ്. ഓക്കെ. പിന്നുള്ളത് ആ ഋഗ്വേദകാലത്ത് തന്നെയുള്ള ഗായത്രിയാണ്. ഗായത്രി ഇപ്പോ നമ്മളിപ്പോ സാധാരണമായിട്ട് ബ്രഹ്മത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളിലും ബ്രഹ്മമാണ്, സർവ്വതും ബ്രഹ്മമാണ് എന്ന് പറയുന്നെങ്കിലും ഇപ്പൊ പുരുഷ സൂക്തം പറഞ്ഞപ്പോഴും ഒരു പുരുഷൻ നമ്മളിൽ നന്യമായി നിപ്പുണ്ട്. ഇപ്പൊ ഗായത്രിയും അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പുരുഷൻ നമ്മളിൽ നന്യമായി നമ്മളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മളെയെല്ലാം നയിച്ചുകൊണ്ട് ഒരു പുരുഷൻ നമ്മളിൽ നന്യമായി മറ്റൊരിടത്ത് നിപ്പുണ്ട്. പക്ഷെ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അതാണ് പുരുഷ സൂക്തത്തിൽ പറഞ്ഞു വരുന്നത്. ഇതിനെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിയുടെ ഗായത്രിയും പറയുന്നത്. പൂർണ്ണ ഗായത്രിയില് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഭൂലോകം, പൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകത്തിൽ നിന്നുകൊണ്ട് മാത്രമേ, അവിടെ നിന്നുകൊണ്ടാണ് ഉർവരേണ്യമായ ഭർഗജ്യോതിസിനെ ദർശിക്കാൻ പറയുന്നത്. ഉർവരേണ്യമായ ഭർഗജ്യോതിസ് എന്ന് പറയുമ്പോൾ ഈ വിരാട് രൂപമാണ്, ഈ വിരാട് പുരുഷനാണ്. അപ്പോ അതും നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന സർവത്തിലും കാണുന്ന ഏകബ്രഹ്മത്വവും തമ്മിൽ കുറെ വ്യത്യാസം വരുന്നുണ്ട്. പഴയ നമ്മളുടെ വിശ്വാസത്തിൽ വന്ന വ്യത്യാസം, അത് ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും രണ്ടും സത്യമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സത്യമാകാം. ഇപ്പൊ നമ്മള് ക്രിസ്ത്യൻസ് പറയുന്ന ഈ പിതാവ്, പുത്രൻ, പിന്നെന്തോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും തൃത്വം, ട്രിനിറ്റി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഇവിടെ സെയിം കൺസെപ്റ്റ് ആണ്. അത് ഏതാണ്ട് ഇതിനോട് അടുത്ത കൺസെപ്റ്റാണ്. പുരുഷൻ, വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ വന്നിട്ട് പുത്രനാവേണ്ടതല്ലേ? ഏതാ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി സങ്കല്പത്തിൽ വെച്ചിട്ട് പുത്രൻ എന്ന് പറയുന്നത് മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു. അത് വിരാട് പുരുഷനാണ്. പുത്രൻ വിരാട് പുരുഷനാണ്. പരമപുരുഷനാണ് പിതാവ്. പുത്രൻ വിരാട് പുരുഷനാണ്. പരിശുദ്ധാത്മാവ് സെൽഫാണ് അല്ലെ, ഇൻഡിവിജ്വൽ ആത്മാവ്. ഏതാ പറഞ്ഞു? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോ നമ്മുടെ എനർജി, ഇൻഡിവിജ്വൽ സെൽഫ്. ഓക്കെ. എനർജി ആ ദൈവീയതയുടെ, നമ്മുടെ എനർജി അല്ല, ആ പറയുന്ന പരമപുരുഷന്റെ എനർജിയാണ്. ആ പരമപുരുഷന്റെ എനർജി, അതായത് നമ്മുടെ ഇന്ന് പറയപ്പെടുന്ന ബ്രഹ്മം എനർജി ആയിട്ടാണ് പറയുന്നത്, എനർജിയാണ്. ആ എനർജിയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കോർത്ത് ചിന്തിച്ചാൽ നമുക്ക് പരസ്പരം ബന്ധം അകലുന്നതിനേക്കാൾ കുറെ കൂടെ നമുക്ക് ബന്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോ ഈ ഗായത്രിയുടെയും കൂടെ ബലത്തിലാണ് ഞാൻ പുരുഷ സൂത്രത്തെ അത്രത്തോളം ഉറപ്പിച്ചത്. കാരണം ഗായത്രിയും അത് തന്നെയാണ് പറയുന്നത്. ഗായത്രി ഒരിക്കലും ഇവിടെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടില്ല. ഈ 7 ലോകങ്ങളിൽ നിന്ന് പിന്നെ അവിടുന്നും വളരെ ഉയരത്തിൽ കാണുന്നതാണ് ഭർഗജ്യോതിസ് എന്നാണ് ഗായത്രിയിൽ പറയുന്നത്. അപ്പൊ ഗായത്രി നമ്മൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു മന്ത്രവുമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് തന്നെയാണ് പുരുഷ സൂക്തത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രത്തോളമൊക്കെ നമുക്ക് ഒരു വേദകാലത്തിലെ ഈശ്വരാരാധനയെ പറ്റി പറയാൻ പറ്റുള്ളൂ. അടുത്തത് ഉപനിഷത്ത് കാലമാണ്.